വളരെ ശ്രേഷ്ഠമായ ഈ നല്ല ദിവസത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവത്തിൻ്റെ വലിയ കൃപയാൽ കരുണയാൽ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വളരെ ശ്രേഷ്ഠമായ ഈ നല്ല ദിവസത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവത്തിൻ്റെ വലിയ കൃപയാൽ കരുണയാൽ ഒരു രാത്രി കൊണ്ട് ദൈവിക സംരക്ഷണവും പരിപാലനവും അനുഭവിച്ച് ദൈവസന്നിധിയിൽ ഈ പ്രഭാതത്തിൽ ദൈവമുഖത്തേക്ക് നോക്കുവാൻ ഭാഗ്യം ലഭിച്ചത് ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യും. നാം വന്നിരിക്കുന്ന കാലയളവ് ഏറെ ചിന്തിക്കേണ്ടിയിരിക്കുന്ന ഒരു കാലയളവാണ്. ഒരു പക്ഷേ ഇന്നേക്ക് ഏകദേശം 2750 വർഷങ്ങൾക്ക് മുൻപ് പ്രവാചകനായ യെശയ്യാവ് അന്നത്തെ ഇസ്രായേലിനോടുള്ള ബന്ധത്തിൽ പ്രവചിച്ച പ്രവചന ഭാഗങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ ഈ കാലഘട്ടത്തോടുള്ള ബന്ധത്തിലുള്ള ഒരു വലിയ ദൈവിക സന്ദേശമായി നമുക്കതിനെ മനസ്സിലാക്കുവാൻ കഴിയും. യെശയ്യാപ്രവചനം 1-ാം അധ്യായത്തിൽ നാം വായിക്കുന്നു, അതിൻ്റെ 4-ാമത്തെ വാക്യം, അയ്യോ പാപമുള്ള ജാതി, അകൃത്യഭാരം ചുമക്കുന്ന ജനം, ദുഷ്പ്രവർത്തിക്കാരുടെ സന്തതി, വഷളായി നടക്കുന്ന മക്കൾ, അവർ യഹോവയെ ഉപേക്ഷിച്ച് ഇസ്രായേലിൻ്റെ പരിശുദ്ധനെ നിരസിച്ച് പിന്മാറിയിരിക്കുന്നു. എത്ര അർത്ഥവത്തായ ഈ കാലഘട്ടത്തിനൊത്ത ഒരു ദൈവിക വചനമാണ് ഈ ഭാഗമെന്ന് നമുക്ക് വിലയിരുത്താൻ കഴിയും. നിശ്ചയമായും പാപമുള്ള ഒരു ജാതിയായി, അകൃത്യഭാരം ചുമക്കുന്ന ഒരു ജനമായി, വഷളായി നടക്കുന്ന ഒരു തലമുറയായി ഇന്നത്തെ സമൂഹം അല്ല ദൈവസഭ മാറിയിരിക്കുമ്പോൾ ഒരു മടങ്ങിവരവ് നമുക്കെല്ലാം വളരെ ആവശ്യമായിരിക്കുന്നല്ലോ. ദൈവം സംസാരിക്കുമ്പോൾ ദൈവശബ്ദം കേൾക്കുവാൻ മനസ്സില്ലാതെ ദൈവത്തെ നിരസിച്ച് കളഞ്ഞിരിക്കുന്ന ഒരു തലമുറ. അതുകൊണ്ട് തന്നെ ദൈവം ആകാശത്തെ വിളിച്ച് സംസാരിക്കുന്നു, ദൈവം ഭൂമിയെ വിളിച്ച് സംസാരിക്കുന്നു. ദൈവ ശബ്ദം കേൾക്കേണ്ടവരും ദൈവത്തെ ശ്രവിക്കേണ്ടവരുമായ ആളുകൾ ദൈവത്തിൽ നിന്ന് അകന്നു പോകുമ്പോൾ, ദൈവത്തെ നിരസിച്ച് കളയുമ്പോൾ, ദൈവത്തിൽ നിന്ന് പിന്മാറിപ്പോകുമ്പോൾ, ഇവിടെ ഇതാ ദൈവത്തിന് സംസാരിപ്പാൻ ദൈവസൃഷ്ടിയായ ആകാശമുണ്ട്, ദൈവസൃഷ്ടിയായ ഭൂമിയുണ്ട്. പ്രപഞ്ചത്തിലെ സകലതും ദൈവശബ്ദത്തിനായി കാത്തിരിക്കുന്നു, അവ ശ്രവിക്കുന്നു. അങ്ങനെയെങ്കിൽ ഈ പ്രഭാതത്തിൽ നമുക്കൊന്ന് ചിന്തിക്കാം, ഞാൻ ദൈവത്തെ അനുസരിക്കുന്നു, ദൈവത്തിൻ്റെ ശബ്ദം ഉയരത്തിൽ തന്നെ ദൈവം വിളിക്കുമ്പോൾ ആ വിളി കേൾക്കുവാൻ ഞാൻ തയ്യാറാകുന്നു എന്ന് വിലയിരുത്തുവാൻ, ദൈവത്തിൻ്റെ ശബ്ദത്തിനായി സമർപ്പിച്ച് ജീവിക്കുവാൻ ഇന്ന് പകലിൽ നമുക്കേവർക്കും സർവശക്തൻ കൃപ നൽകട്ടെ. ഈ തലമുറയിൽ ദൈവത്തിനുള്ള ഒരു തലമുറയായി, ആ കാലഘട്ടത്തിൽ യെശയ്യാവ് ദൈവത്തിനു വേണ്ടി ശബ്ദിക്കാൻ തയ്യാറായതുപോലെ നമുക്കും ദൈവത്തിനു വേണ്ടി ശബ്ദിക്കുവാൻ തയ്യാറാകാം. ദൈവം നമ്മെ അതിന് പ്രാപ്തരാക്കട്ടെ. ആമേൻ.